ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സത്യസന്ധമായൊരു ബന്ധമാണോ അതോ നിങ്ങൾക്ക് തമ്മിലുള്ളത് ഒരു ലസ്റ്റ് മാത്രമാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതാണെന്ന് നോക്കാം. ഹീറോഫാന്റ്, ദ സൺ, Four of Wands, Nine of Cups, Justice, Tower, Nine of Wands, Queen of Wands. നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സ്റ്റേബിളായ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടാണ് നിങ്ങൾ രണ്ട് വ്യക്തികളും ആഗ്രഹിക്കുന്നതായിട്ടൂടെ വ്യക്തമാക്കുന്നത്. അതായത് പെട്ടെന്ന് തകർന്നു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നുകൊണ്ട് ആ ഒരു ബന്ധം ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് രണ്ട് വ്യക്തികളും ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അതെന്തായാലും ഒരു ലോങ് ടേമിൽ പോവുക അല്ലെങ്കിൽ ഒരു സക്സസ് കണ്ടെത്തുക എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് നിങ്ങൾ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് മ്യൂച്വൽ ആയിട്ടുള്ള അട്രാക്ഷൻസും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിൽ എത്താൻ വേണ്ടി തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൂടി നിറഞ്ഞ ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചിലർക്കൊക്കെ ഇപ്പോൾ ഒരു ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരാനായിട്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു എൻഗേജ്മെൻറ്റ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എഹെഡ് എന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്. അത് ചിലരുടെ ലൈഫിലൊക്കെ ഇപ്പോൾ വന്ന് കാണും, അതിനൊരു ഷുവറിറ്റി കിട്ടിക്കാണും. മാത്രമല്ല ഇപ്പം നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചൊരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു പാർട്ട്ണറിനെ ആഗ്രഹിച്ചത് അതുപോലെയാണ് പരസ്പരം നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ഈ ബന്ധത്തിൽ നിന്ന് ആഗ്രഹിച്ചത് അതുപോലത്തെ ഒരു ബന്ധമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരു വ്യക്തി മറയ്ക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുക. അത് അതിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. നിങ്ങളുടെ മൈൻഡിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാത്രം തോന്നലാകാം, പക്ഷെ അത് നിങ്ങൾ മനസ്സിൽ വെക്കാതെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യാം. പതിയെ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ അടുത്തായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സ്മൂത്തായി പോകുമെന്ന് വിചാരിച്ച ബന്ധമായിരിക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റോ എന്തെങ്കിലും കാരണം കൊണ്ട് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല തടസ്സങ്ങളാകാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു ബന്ധത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനെ സ്റ്റേബിൾ ആക്കാനായിട്ട് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നോട് വ്യക്തമാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൊരുതിക്കൊണ്ട് തന്നെ നിന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് ഈ ബന്ധത്തിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ ഫൈറ്റ്സ് ആകാം അല്ലെങ്കിൽ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതിലൊരു മൂന്നാമത് ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ച മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം. എന്തായാലും ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ഫാറവേ നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾ പലരിൽ നിന്നും തകർന്നു പോകാൻ സാധ്യത ആ ഒരു വക്കിൽ വരെ എത്തിയ ബന്ധത്തിൽ നിന്നെല്ലാം നിങ്ങൾ ഒരുപാട് നല്ല ബുദ്ധിപൂർവ്വം നല്ല പൊരുതി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരിൽ ഏതോ ഒരു പേഴ്സൺ മോസ്റ്റ് പ്രോബബ്ലി അത് നിങ്ങളായിരിക്കണം കുറച്ച് ഇൻഡിപെൻഡൻസ് ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഓവറായിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ്നെസ് ഓവറായിട്ടുള്ള ഒരു കരുതൽ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഓവറോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എനർജി ഒരു പോസിറ്റീവായിട്ടാണ് ഒരു സക്സസ്സിലേക്ക് നീക്കുന്ന ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ മ്യൂച്വൽ അട്രാക്ഷൻസും വളരെ ഹൈ ആയിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.